സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കഴിഞ്ഞ 2 വീക്കായിട്ട് സോഷ്യൽ മീഡിയ വൺ ട്രെൻഡിങ് ആണ് ഹാഷിറും ടീമും. ഇപ്പോൾ വാഴ 2 100 CR ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി വേൾഡ് വൈഡ് ആയിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 100 CR ആണ് ഒഫീഷ്യലി വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം വാഴ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അന്ന് നല്ല റെസ്പോൺസും പോസിറ്റീവും കിട്ടിയ ആ ഒരു പടം, അതിൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് എത്രയാ 50 CR ആണ്, 47 കോടി ടു 50 കോടി ആ ഒരു റേഞ്ച് മാത്രമേ കളക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ വെറും 17 ദിവസം കൊണ്ടാണ് വാഴ 2 എന്ന് പറഞ്ഞ പടം 100 CR നേടിയത്. ഇതൊരു ചെറിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിലൊരു വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫുള്ളി ഫ്രഷേഴ്സാണ്. കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന പിള്ളേരെ പിടിച്ചിട്ട് ഒരു പടം ചെയ്തിട്ട് ആ പടം ഒരു 100 CR എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സിനിമ ബ്രോ. ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എനിക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോളാം, ഇവരുടെ ഈ ഒരു സക്സസ് എനിക്ക് പേഴ്സണലി ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇടയിലുള്ള ഒരു ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജയിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അത് അവരുടെ ആ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയ ഒരു കണ്ടന്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കണ്ടന്റ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഫൺ മോഡ് കാണിച്ചു തന്നിട്ട്, അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാരന്മാർ ജയിച്ച പോലെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതേ കാര്യം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കി, എടാ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ അവന്മാരും പറഞ്ഞ് അതേടാ എനിക്കും ഒരു പേഴ്സണലി ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട് ഇവരുടെ ഒരു വിജയത്തിന്. അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കും അതുപോലെ തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ട് ഇവർ ഈ ഒരു ഇത്രയും സക്സസ് എല്ലാവർക്കും ഒരു റെക്കഗ്നേഷൻ കിട്ടി എന്ന് കേൾക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഈ ഒരു ഹാഷിറും ഗ്യാങ്ങിനെയും കുറിച്ചും അതുപോലെ വാഴ ടീമിനെ കുറിച്ചിട്ടും കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത്. അതായത് ഇവർക്ക് ഒരു ലക്കിന് കയറിയതാണ് ഈ ഒരു പടം അവർക്ക് കിട്ടിയതും, അതുപോലെ ഇവർക്ക് അത്ര ടാലൻ്റ് ഒന്നും ഇല്ലെന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഹാഷിർ തുടക്കം തൊട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ ഹാഷിറിൻ്റെ വീഡിയോസിലെ ഒരു പെർപ്പിൾ കവ് എഫക്റ്റ് ഹാഷിർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ഫാൻ ബോയ് സംഭവം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഞാൻ നിങ്ങളുടെ പുതിയ PT സാർ പ്രസാദ്. പ്രസാദോ അല്ല, പ്രസാദ്, കടുവ പ്രസാദ്. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ഈ 4 പേർക്കും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ മുന്നേ വല്ല പടങ്ങളിൽ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുക അങ്ങനെയൊന്നും ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ല. ഒരു വലിയൊരു സെറ്റപ്പ് ഇല്ല, ഒരു പ്രൊഡക്ഷൻ ടീം ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ട് റീൽസ് ആണെങ്കിലോ വലിയ ലൈറ്റിങ്ങോ അങ്ങനത്തെ സെറ്റപ്പ്സൊന്നും ഇല്ല. അതുപോലെ ഒരു പ്രൊഫഷണലായ രീതിയിൽ ഫ്രെയിം വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് റീൽസ്, അതുപോലെ റിലേറ്റബിൾ ആയ ഒരു കണ്ടൻസും, അതുപോലെ മെയിനായിട്ട് കൺസിസ്റ്റൻസി. ഐ റിപ്പീറ്റ്, കൺസിസ്റ്റൻസി. ഇത്രയും കാര്യം വെച്ചിട്ടാണ് അവർ ജസ്റ്റ് ഒരു സ്ക്രാച്ച് നിന്ന് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 100 CR ഒഫീഷ്യലി അവർ കളക്ട് ചെയ്തു. സോ ഓക്കെ, എല്ലാവരെയും പോലെ തന്നെ ടിക്ടോക്കിലാണ് ഹാഷിർ ആൻഡ് ടീംസ് എല്ലാവരും ഫസ്റ്റ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല, ആകെ ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. പിന്നെ അത് ബാനായപ്പോൾ പിന്നെയാണ് ഈ യൂട്യൂബ് ഷോർട്സ് അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ട്രെൻഡിങ് ആയി വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിയെങ്കിലും പക്ഷെ അത്ര റീച്ച് നിന്നില്ല. കാരണം ഹാഷിർ നോർമലി എല്ലാവരും ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു രീതിയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇത്രയും ഒരു ഫാൻ ബേസ് ഉണ്ടാകാനുള്ള മെയിൻ റീസണും. കാരണം കുറേ പേര് ഉണ്ട്. കാരണം ഹാഷിറിൻ്റെ വീഡിയോസ് പേഴ്സണലി എനിക്ക് തന്നെ ഫസ്റ്റ് അത് കാണുന്ന ടൈമിൽ ഇതെന്താ ഇങ്ങനെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം ഒരു നോർമലി നമുക്ക് യൂസ്ഡ് ആയ ഒരു പാറ്റേണോ ആ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റോ ആയിരുന്നില്ല. ഇവർ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ആ നരേറ്റീവ് സ്റ്റൈൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ പയ്യെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് തുടങ്ങിയിട്ട് എല്ലാവരും അതിലേക്ക് അഡാപ്റ്റ് ആയി തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു നറേറ്റീവും അതുപോലെ തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ രീതിയും അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. കാരണം പിന്നെ അങ്ങനെ എല്ലാവർക്കും അത് ഇഷ്ടമായി തുടങ്ങി. പേഴ്സണലി എനിക്കും അങ്ങനെ ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഇതിൻ്റെ തന്നെ റിപ്ലിക്ക് അടിച്ചുകൊണ്ട് മറ്റേ സാബിർ, പിന്നെ ശബരി ഇവരൊക്കെ അതേപോലത്തെ കണ്ടൻസ് ഇട്ട് തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒരുത്തന്നെ ഇടുന്നുണ്ട്, എനിക്ക് അവൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് സ്പെഷ്യൽ മെൻഷൻ ഉണ്ടാ ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ളത്. എടാ ഈ വീഡിയോസ് കുറച്ചായിട്ട് ഇടുന്നില്ല, മറ്റേത് 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. സോ അതൊരു സ്പെഷ്യൽ മെൻഷൻ. ഇങ്ങനെ ഇവർ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഫസ്റ്റ് ട്രെൻഡിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അത് കുറച്ചും കൂടി ലൈക്ക് വൈഡറായിട്ട്, അതായത് ടോയിനെ അടക്കം പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ ഈ ഒരു മീം വേർഡ് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇവരെ കുറേ സ്റ്റിക്കേഴ്സ് ഇറങ്ങി തുടങ്ങി, അത്യാവശ്യം നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അജിൻ്റെ ഒരു വേർഡ് കടുവ പ്രസാദ് എന്ന് പറഞ്ഞ ആ ഒരു അത് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ട്രെൻഡായി. അത് കഴിഞ്ഞിട്ട് വിനായകൻ്റെ ഗൊമ്മാല എന്ന് പറയുന്നത് മറ്റേ ഹെൽത്തി കുട്ട അതും ഭയങ്കര ട്രെൻഡിങ് ആയി. അങ്ങനെ ഇവർ അത്യാവശ്യം നല്ല ഒരു ഫാൻ ബേസ് എത്തി, അതായത് ഈ ഇൻസ്റ്റാ റീൽസിലൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫസ്റ്റ് പടമായ വാഴ വന്നു. വാഴ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഹാഷിർ ആൻഡ് ഗ്യാങ് കൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഹൈപ്പ് ചെയ്തു. ഇത് റീസെൻ്റായ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വിപിൻ ദാസ് പറഞ്ഞിട്ടുണ്ട്. അതായത്
ഫസ്റ്റ് ഇവരെ ആ ഒരു കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതായത് ആ ഒരു ടൈലൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇവരെ ഫസ്റ്റ് ആ ഒരു ഷൂട്ട് ചെയ്തിട്ട് ട്രെയിലറിൽ ഇറക്കിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഹൈപ്പായി. അതായത് ഹാഷിർ ഗ്യാങ്ങിൻ്റെ പടം ഹാഷിർ വരുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഇവരെ നമ്മുടെ ഒരു റെസ്പോൺസ്, അതായത് ഇത്രയും റെസ്പോൺസ് കണ്ടിട്ടാണ് ഈ വിപിൻ ദാസ് ലാസ്റ്റ് ഈ ഒരു ടൈലൻ്റ് റിലീസിന് എത്രയോ 2 ആഴ്ച മുന്നേ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തത്. അങ്ങനെ വിപിൻ ദാസ് ഒരു ഇൻ്റർവ്യൂവിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞ കാര്യമാണിത്. അപ്പം തന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ ഒരു എത്ര ഫാൻ ബേസ് ഉണ്ടെന്ന്. പിന്നെ അന്ന് ആ ഒരു ടൈമിൽ പടം കാണാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് റെസ്പോൺസാണ്. തിയേറ്ററിലൊക്കെ ഹാഷിർ വരുമ്പോഴും ആ ഒരു ബീജം ഒക്കെ ഉണ്ട്, ഹാഷിറേ, അതൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ വാഴ 2 അനൗൺസ് ചെയ്തപ്പോൾ അത്ര വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കടന്നുപോയി. പിന്നെ ഒരു ദിവസം അവർ ഈ വാഴ 2 പൂജ ഫോട്ടോസ് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോഴാണ് കാണുന്നത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യണ മിക്ക ആൾക്കാരുണ്ട്. അല്ലമീൻ, സാബിർ, അതുപോലെ ഹാഷ്റാൻ ടീം, അങ്ങനെ മിക്ക ആൾക്കാരും അവിടെയുണ്ട്. പിന്നെ ആ അജിൻ്റെ ബ്രദറായിട്ട് ചെയ്ത ആ ഒരു ചേട്ടൻ, ആ ബ്രോയുടെ പേര് എനിക്ക് അറിയത്തില്ല, അത് കാരണമാണ് ഞാൻ പറയാത്തത്. ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്തേക്കാം. പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ജെലിസായി, സത്യം പറഞ്ഞാൽ നന്നായി ജെലിസായി. ഓക്കെ, ഇനി വലിയ വിറ്റ് അത് എൻ്റെ ഒരു കാര്യം. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഹാഷ്റാൻ ടീമിന് കുറച്ചുകൂടി വൈഡർ ഓഡിയൻസും ഫാമിലി ഓഡിയൻസും ഒക്കെ ആയിട്ട് കണക്ട് ആയത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടേഴ്സായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ നല്ല ഹൈലി ചാൻസസ് ഉണ്ട്. സോ അതുപോലെ ആവട്ടെ എന്ന് നമുക്ക് പറയാം. ചേട്ടാ ജ്യൂസ് ഉണ്ടോ? പിന്നെ ജ്യൂസ് ഇല്ലാതെ ജ്യൂസ് വന്ന് പിന്നെ ജ്യൂസ് ആണല്ലോടാ പോട്ടാ. ഒരു പപ്പായ ജ്യൂസ്. ഹെൽത്തി മധുര ഇടേ വേണ്ട. എടാ ഹെൽത്തി കുട്ടാ. പിന്നെ കൂടെ 2 മുട്ട പപ്സും. അടാ ഗമ്മാലേ. സോ ഹാഷ്റാൻ ടീം ഇപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് എല്ലാവർക്കും. കാരണം ജസ്റ്റ് റീൽസ് എടുക്കണമെന്ന്, ജസ്റ്റ് ഫോൺ വെച്ച് റീൽസ് എടുക്കണമെന്ന് പിള്ളേർ ഇപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 CR+ കളക്ഷൻ നേടി. അതും അവരെ ഡെപ്റ്റ് മൂവി ഫസ്റ്റ് പടത്തിൽ തന്നെ ഇത്രയും കളക്ഷൻ നേടി ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ നല്ല നല്ല പടങ്ങൾ വരട്ടെ, നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ, നമുക്ക് നോക്കാം. സോ വീഡിയോ ഇത്രയുള്ളൂ. അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ നിങ്ങളുടെ ഡ്രീംസൊന്നും കളയാതെ നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കൊരു നല്ല രീതിയിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വീഡിയോക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്കറിയാം വീഡിയോ കുറച്ച് ഷോക്കായിരുന്നു, കാരണം എൻ്റെ ഡിവൈസിലിടയിൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. സോ ഞാൻ ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഞാൻ PC-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ നിങ്ങൾക്ക് അടുത്ത കണ്ടൻറ്റ്സ് വേണം, അതായത് എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ വേറെ ഒന്നുമില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ശരി, എന്നാൽ ബൈ, അടുത്ത വീഡിയോ കാണാം.